സെയിൽസ്മാന്റെ മനസ്സിലെ ദാരിദ്ര്യം നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ സെയിൽസിലേക്ക് ഇറങ്ങരുത്. നിങ്ങൾ ഒരു പക്ഷേ ബൈക്കും കൊണ്ട് 2 കോടിയുടെ ഫ്ലാറ്റ് വിൽക്കാൻ ചെല്ലുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയതാണ്. 2 കോടിക്ക് 3 കോടിക്ക് 4 കോടിക്ക് ആളുകൾ വീട് വാങ്ങും. മണ്ടന്മാരെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വില്ല വിൽക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കത് വിൽക്കാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് 2 കോടി 4 കോടിയും ഒരു വലിയ വിലയാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അയാളുടെ മുന്നിൽ 4 കോടിയുടെ വാല്യൂ നിങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? അത് കഴിയില്ല. അപ്പം നമ്മളൊരു കസ്റ്റമർ അടുത്ത് നമ്മൾ വലിയ റിച്ച് ആവണം എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ വില കുറവാണെന്നും അത് ഏതൊരാൾക്കും അത് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഏതൊരാൾക്കും ഒരു മികച്ച വാല്യൂ ഓഫർ ചെയ്യും, അത് വില കുറഞ്ഞ പ്രോഡക്റ്റ് ആണ് എന്നൊരു ഫീൽ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ദരിദ്രവാസിയും കൊണ്ട് നമ്മൾ കസ്റ്റമർ അടുത്തേക്ക് പോകരുത്. കാരണം നമുക്ക് ദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും ദാരിദ്ര്യമൊന്നുമില്ല. ലക്ഷറി പ്രോഡക്റ്റുകൾ ഇവിടെ കച്ചവടമാകുന്നുണ്ട്. ആൾട്ടോ 800 ഓട്ടോറിക്ഷ ഒക്കെ പോകുന്ന റോട്ടിലൂടെ തന്നെയാണ് 2-3 കോടിയുടെ കാറും പോകുന്നത്. സോ കസ്റ്റമറെ വില കുറച്ച് കാണരുത്.